ഓക്കെ, എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് റഹീന, സ്വദേശം മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ്. ഏകദേശം 4 വർഷത്തോളമായി നിങ്ങൾ ഇപ്പോ കേട്ട ഏകദേശം 30 മിനിറ്റുകളോളം നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയ ഈ ഒരു അവസരവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു. വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതല്ലെങ്കിൽ വലിയൊരു ബിസിനസ് മേഖല എന്നൊക്കെ ചിലപ്പോ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നോടും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശ്വസിക്കാതെ കയറി വന്നൊരു വ്യക്തിയാണ്. എനിക്ക് മുൻപ് ഒരുപാട് ആളുകൾ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത് തന്നെയാണോ? എനിക്ക് പോസിബിൾ ആണോ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള ഒരു 100 സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. 4-4.5 വർഷം മുൻപ് നിങ്ങളെപ്പോലെ ഈ ഒരു മാനസികാവസ്ഥയിൽ ഞാനും ഏതാനും നിമിഷങ്ങൾ ഇരുന്നിട്ടുണ്ട്. പ്രൊഡക്റ്റുകളെ കുറിച്ച് വളരെ വ്യക്തമായി അലവി സാർ പറഞ്ഞു തന്നു. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് കേട്ട മാത്രയിൽ നിങ്ങൾ ചിന്തിച്ചിരിക്കുക, ഇത്രക്ക് ബെനിഫിറ്റ് ഉള്ള പ്രൊഡക്റ്റുകളോ, ഇങ്ങനെയൊക്കെ റിസൾട്ടുകൾ കിട്ടുന്ന പ്രൊഡക്റ്റുകളോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഡോക്ടേഴ്സിന് ഇതിനെ കുറിച്ച് പറഞ്ഞുകൂടാ? മെഡിക്കൽ ഫാർമസികളിൽ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കഴിച്ചാ പോരെ, വേറെ ഒന്നും വേണ്ടല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ നമ്മൾക്കുണ്ടായിട്ടുണ്ടാകും. അതിന് നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ കഴിച്ചാൽ എന്തുകൊണ്ട് ബെനിഫിറ്റ് കിട്ടുന്നു? ഇതിൽ മെഡിസിൻസ് എന്തെങ്കിലും അരച്ച് ചേർത്തിട്ടുണ്ടോ? അല്ലോ അതോ മാജിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അതൊന്നുമല്ല. നമ്മുടെയൊക്കെ ശരീരത്തിന് ഒരു ഘടനയുണ്ട്. നമ്മുടെയൊക്കെ പൂർവികര് നല്ല ഹെൽത്തി ആയി ജീവിച്ചിരുന്നില്ലേ? ഒരുപാട് കാലം നല്ല ആരോഗ്യത്തോടു കൂടെ, നല്ല സമാധാനത്തോടു കൂടെ, നല്ല സന്തോഷത്തോടു കൂടെ ജീവിച്ചിരുന്നില്ലേ? എന്നാൽ നമ്മൾക്കിന്ന് സാധ്യമാണോ? അല്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്ന് നല്ല അധികം വളർന്നിട്ടുണ്ട്. ഈ ജനറേഷനാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ നന്നായിട്ട് അവൈലബിൾ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ രോഗികളുടെ എണ്ണം കുറയണ്ടേ? ദിനം പ്രതി എന്നോണം രോഗികളുടെ എണ്ണം കൂടുന്നല്ലേ ഉള്ളൂ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്ക് അവൈലബിൾ ആണ്, ഡോക്ടേഴ്സ് ഉണ്ട്, രോഗം നിർണ്ണയിക്കാനുള്ള എക്യുപ്മെന്റ്സുകൾ, മെഡിക്കൽ ലബോറട്ടറീസ്, സ്കാനറിങ്, അതേപോലെ എക്സ്റേ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മെഡിസിൻസിനും ഒരു കുറവുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രോഗികളുടെ എണ്ണം കുറയണ്ടേ? എന്നാൽ കുറയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ പൂർവികരിൽ നിന്നും നമ്മുടെ ജീവിത രീതി ഒരുപാട് വ്യത്യസ്തതയിലേക്ക് മാറിക്കഴിഞ്ഞു. ജീവിത രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. നമ്മുടെ പൂർവികർ ജീവിച്ച രീതിയിൽ നമുക്കിനി ജീവിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഭക്ഷണത്തിലാണ്. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൃത്യമായി വർക്ക് ചെയ്യാൻ വേണ്ട ന്യൂട്രീഷൻസും മിനറൽസും വൈറ്റമിൻസും കൃത്യമായി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന